കൊച്ചി കോതാട് പാലത്തിന്റെ ബലക്ഷയത്തിന് പിന്നാലെ മുളവുകാട് പാലത്തിന്റെ അവസ്ഥയും ദയനീയം. വെള്ളത്തിലേക്ക് നിൽക്കുന്ന തൂണുകളുടെ കോൺക്രീറ്റ് ഇളകി മാറി കമ്പി പുറത്ത് കാണാം. ദേശീയപാതയിലുള്ള ഈ പാലത്തിന്റെ ചരിവ് കൂടി ബോധ്യപ്പെട്ടതിനാൽ മുളവുകാട് പഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ട്. കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ മുളവുകാടിനെയും മൂലംപള്ളിയെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. കോതാട് പാലത്തിലെ ബലക്ഷയം വിവാദമായതിനു പിന്നാലെയാണ് ഈ പാലത്തിന്റെ ദുരവസ്ഥയും ചർച്ചയാകുന്നത്. പാലത്തിന്റെ വെള്ളത്തിലുള്ള പൈലിന്റെ കോൺക്രീറ്റ് ഇളകി മാറി, പലയിടത്തും കമ്പികൾ തെളിഞ്ഞു കാണാം. കഴിഞ്ഞ ദിവസം വലയിട്ടപ്പോൾ ഇവിടെ വല ഉടക്കിയപ്പോൾ കണ്ടതാണ് ഈ പാലത്തിന്റെ അടി മുഴുവൻ ദ്രവിച്ച് വലിയ കുഴികളായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ദ്രവിച്ച് ഉപ്പുവെള്ളം കയറി കമ്പി മാസം ഇപ്പം നിൽക്കണ ഞങ്ങൾ കാണുന്നത്. മുളവുകാട് പാലത്തിന്റെ പൈലിങ്ങിന്റെ കാര്യം മാത്രമല്ല, ബീമുകളുടെ അവസ്ഥയും വലിയ പരിതാപകരമാണ്. ഇതാ കണ്ടില്ലേ, പാലം ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുകയാണ്. ഒരു വശം ശരിക്കും ചരിവാണ്, ഇങ്ങോട്ട് കുത്തിക്കിടക്കാണ് ശരിക്കും. അത് കണ്ടാൽ അറിയപ്പാ. ദേശീയപാത അതോറിറ്റിയുടെ ഗുരുതര അനാസ്ഥ ഇതിലുണ്ടെന്നാണ് പരാതി. അതിൻ്റെ കൂട്ടിങ് ശരിയാകാഞ്ഞിട്ടായിരിക്കുള്ളൂ ആ മെറ്റിൽ കംപ്ലീറ്റ് തെള്ളിപ്പോയും കമ്പിയിൽ മാത്രമാണ് നിൽക്കുന്നത്. ഈ കമ്പി ഓട്ടോമാറ്റിക്കായിട്ട് അത് ഉപ്പുവെള്ളമാണ്, അത് തുരുമ്പെടുക്കും. അത് വലിയൊരു അപകടത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഭാരവാഹനങ്ങളടക്കം നിരവധി വണ്ടികൾ കടന്നുപോകുന്ന പാലമാണിത്. കൃത്യമായ പരിശോധനകൾ നടത്തുന്നതിലടക്കം NHAI പരാജയപ്പെട്ടെന്നാണ് ആക്ഷേപം. മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളുമാണ് പാലങ്ങളുടെ അപകടാവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇപ്പോൾ വെള്ളക്കയറ്റം ഉള്ളതുകൊണ്ടാണ് കാണാൻ പറ്റത്. തുരുമ്പെടുത്ത് എല്ലാ ബീമും നശിഞ്ഞ ഒരു അവസ്ഥയിലാണ്. NHന്റെ അനാസ്ഥയെന്ന് തന്നെ ഇത് പറയാം. കോതാട് പാലത്തിന്റെ ബലക്ഷയം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അറ്റകുറ്റപ്പണി ഉടൻ തുടങ്ങുകയും ചെയ്യും. ഈ ഘട്ടത്തിലാണ് തൊട്ടടുത്തുള്ള മുളവുകാട് പാലവും അപകടത്തിലാണെന്ന പരാതികൾ ശക്തമാകുന്നത്. ക്യാമറാമാൻ ബിനു പാവുമ്പയ്ക്കൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.